Research shows that 2 hours after you quit smoking, your body is free of nicotine. In 6 hours, your blood pressure goes down. In a few days, your sense of smell and taste return. In about 12 months, your risk of heart attack and lung cancer is halved. But right now, you're a heart attack waiting to happen. Every BD cigarette is doing you damage. Quit today. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. കാവൂര് വാഴുന്ന കാളിയമ്മേ, കാക്കണേ നീ എൻ്റെ ഉണ്ണിമോളെ. ആരോരും ഇല്ലാത്ത എൻ പൈതലേ, നിൻ കൈയിലേൽപ്പിച്ചു ഞാൻ പോകുന്നു. കാവൂര് വാഴുന്ന കാളിയമ്മേ, കാക്കണേ നീ എൻ്റെ ഉണ്ണിമോളെ. കുന്നോളം സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കി ഞാൻ, കാലങ്ങൾ പോയതറിഞ്ഞതില്ല. മോനെ ആനന്ദ, ഈ അസമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല കുട്ടിയെ. ചാത്തനും നാടനും ഒക്കെ കറങ്ങി നടക്കുന്ന സമയമാണ് ഇത്. നമ്മുടെ ചന്ദ്രത്ത് കോവിലത്ത് എന്തായാലും താമസിക്കുന്നത്. ചന്ദ്രത്ത് കോവിലകത്ത് എന്തോ നടന്നതെന്ന് അറിയുന്നതിന് മുമ്പ് കുട്ടി ആദ്യം അറിയേണ്ടത് ചെമ്പട്ടിന്റെ കഥയാണ്. ചെമ്പട്ടിനെ ഒരു അമൂല്യ നിധിയായിട്ടാണ് അവരെ എല്ലാവരും കണ്ടിരുന്നത്. അതായിരുന്നു ആ വംശക്കാരുടെ ഐശ്വര്യത്തിന്റെ രഹസ്യം. തന്റെ വംശത്തിന് ഐശ്വര്യത്തിന്റെ കാരണമായ ചെമ്പട്ട് ഒരു ദുഷ്ടശക്തികളുടെയും കയ്യിൽ അകപ്പെടാതിരിക്കാൻ ഭദ്രമായി ഒരു വലിയ ആമാടപ്പെട്ടിയിൽ അടച്ച് അതീവ രഹസ്യമായി ആരുടെയും കയ്യിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുന്നു. ചെമ്പട്ട് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് രത്തൻ തമ്പുരാന് മാത്രമേ അറിയാൻ പാടുള്ളൂ. തമ്പുരാന്റെ കാലശേഷം ഈ രഹസ്യം എന്നേക്കുമായി മൺമറഞ്ഞുപോയി. രത്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രൗഢിയൊന്നും ഇപ്പോൾ ചന്ദ്രോത്ത് വംശത്തിലില്ല.
പുത്തൻ തലമുറയിലെ ചില തമ്പുരാക്കന്മാരുടെ ധൂർത്തും ധിക്കാരവും മൂലം ചന്ദ്രോത്ത് വംശം പൂർണ്ണമായും നാമാവശേഷമായി. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി വിജയേന്ദ്രൻ തമ്പുരാൻ തന്റെ കാര്യസ്ഥനായ രാമപ്പനെ വിളിക്കുന്നു. भद्रकाले कवचं नारद उवाच कवचं श्रोतुमिच्छामि तां च विद्यां दशाक्षरीं नात्वदत्तो हि सर्वज्ञा भद्रकालश्च साम्प्रतम् नारायण उवाच അതീവ രഹസ്യമായി ദിക്തൻ തമ്പുരാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെമ്പട്ട് എന്ന നിധി വീണ്ടെടുക്കുന്നതിനായി ആഴ്വാഞ്ചേരി തിരുമേനിയുടെ നേതൃത്വത്തിൽ രഹസ്യമായി അവരൊരു രാത്രി പൂജ നടത്തി. ചെമ്പട്ടിലെ നിധി കൈക്കലാക്കുക എന്നതായിരുന്നു വിജയേന്ദ്രൻ തമ്പുരാന്റെ ലക്ഷ്യം. ഈ ഹോമത്തിലൂടെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചെമ്പട്ട് ഒരു നിധിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികന്മാർ ദുർമന്ത്രവാദത്തിൽ ഭൂതപ്രേതവിശ്വാസികളെ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂടോത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ ചെമ്പട്ട്. ചെമ്പട്ട് കണ്ടെത്താൻ ശ്രമിച്ചാൽ മരണം സുനിശ്ചിതം. ഓം ശാന്തി, ഓം ശാന്തി. ചെമ്പട്ടിലെ നിധിയും കോവിലകത്തിന്റെ അധികാരവും കൈക്കലാക്കുവാൻ വേണ്ടി ചതിയനായ രാമപ്പൻ അവിടെ ഒരു കൂട്ടക്കൊല നടത്തി. അതോടുകൂടി ചന്ദ്രോത്ത് വംശം പൂർണ്ണമായും നാമാവിശേഷമായി. ചന്ദ്രോത്ത് വംശത്തിന്റെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ രാമപ്പനെ കൊന്നതിന് ശേഷം ഭദ്രയുടെ പ്രേതാത്മാവ് ചന്ദ്രോത്ത് കോവിലകത്തിനകത്ത് പ്രവേശിച്ചു എന്നാണ് ഐതിഹ്യം. കാര്യസ്ഥൻ രാമപ്പന്റെ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഉഗ്രശബ്ദമെടുത്തുകൊണ്ട് ഭദ്രയുടെ പ്രേതാത്മാവ് ചന്ദ്രോത്ത് കോവിലകത്തേക്ക് പ്രവേശിച്ചു. മോനെ ആനന്ദ, നിന്റെ മുതുമുത്തച്ഛൻ രാമപ്പൻ കാർന്നുവരെ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മുടെ വംശത്തിന് വേട്ടയാടും. ചന്ദ്രോത്ത് കോവിലകത്ത് അധിവസിച്ചാൽ മരണം നിന്നെയും വേട്ടയാടും.
അമ്മേ മഹാമായേ, ഈ സമയം എത്രയാന്ന് നിശ്ചയമുണ്ടോ? ആ കഴിഞ്ഞ അച്ഛാ. ദേവുട്ടി, നമുക്ക് ജോലിക്ക് പോകണ്ടേ? പോണ അച്ഛാ. ദേവി കാത്തോളണേ. എടാ നീയല്ലടാ പറഞ്ഞ അവളിപ്പോ വരൂന്ന്. ഞാൻ കണ്ടേനേട്ടാ. എവിടെ പോയി കിടക്കണ്? ഈ വഴിയാണ് സാധാരണ വരാറുള്ളത്. മയിലാണ്. ഷോ ഇവള് കാണില്ലല്ലോ. കൂലത്തിന്റെ അടുത്തുള്ള വഴിയിട്ട് അറിയാന്നോട്ട് എന്തായി? ഫണ്ടായിട്ടില്ലടാ. എന്താ വരാണ്? നിങ്ങളെങ്കിലും പറ്റിക്കൽസല്ലേ? ആ മെമ്പറെ, അന്നാ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ അത് എത്രയും പെട്ടെന്ന് ചെയ്യണോട്ടാ. എന്റെ മെമ്പറെ, എനിക്ക് ആ കൂലത്തിന്റെ ഇത് കൂടി ചെല്ലാൻ പറ്റുള്ള ആ ചേച്ചി എന്നെ വഴി നടത്തുന്നില്ല. ഞാനാണെങ്കി ഈ കാര്യം ഏറ്റവും പോയി. എന്തേ നീ പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായത്. മനസ്സിലായി. മടത്തും വഴി വെച്ച് കണ്ടേണ്. പിന്നെ മടത്തും വഴി മാങ്ങാത്തൂലി മനുഷ്യനെ വെറുതെ. ആ ദേവന്നി വന്നുണ്ട് പോലെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇവക്ക് ഇതിനോട് പറഞ്ഞൂടെ, വെറുതെ മറ്റവള് പറയുന്നത് കുറെ ടൈം വേസ്റ്റ്. ഇന്ന് ഞാനൊരു കലക്കും. ചേട്ടാ ഇനിയാണ്. ഇനിയൊന്നുമില്ലട്ടാ. നീ പൊക്കോ നോക്കോ, നീ പൊക്കോടാ ഓടാ. അതെ, ഞാൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൂട്ടം? അതൊക്കെ ഉണ്ട്. ആ വഴിയോരത്ത് ഞാനും ഒരു സുന്ദരി പെണ്ണിനെ കണ്ടേ. താരാരോ താരാരോ താരീരം താരാരോ. അവൾ പുഞ്ചിരി തൂകിയ നേരം കോരിത്തരിച്ചെന്റെ ഉള്ളം. അവൾ പുഞ്ചിരി തൂകിയ നേരം കോരിത്തരിച്ചെന്റെ ഉള്ളം. ഓലക്കുടയും ചൂടി അവൾ പാടവരമ്പത്തിലൂടെ മണ്ടിക്കിത ചുമരുന്നതും ഞാൻ കൺമിഴി ചിമ്മാതെ നോക്കി.
മണ്ടിക്കിതച്ചും വരുന്നതും ഞാൻ കൺമിഴി ചിമ്മാതെ നോക്കി. താരാരോ താരാരോ താരിരം താരാരോ 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 താരിരം താരാരോ. കണ്ടിട്ടും കാണാതെ പോയവളെ, എന്റെ നൊമ്പരം കേൾക്കാതെ പോയവളെ. കണ്ടിട്ടും കാണാതെ പോയവളെ, എന്റെ നൊമ്പരം കേൾക്കാതെ പോയവളെ. നിന്റെ കൂട്ടിനിണക്കിളിയായി ഞാൻ കൂടെ പോരട്ടെ. നിന്റെ കൂട്ടിനിണക്കിളിയായി ഞാൻ കൂടെ പോരട്ടെ. താരാരോ താരാരോ താരിരം താരാരോ 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 താരിരം താരാരോ. വെള്ളിക്കോലുസുമണിഞ്ഞ് നീ പാടവരമ്പത്തിലൂടെ, വെള്ളിക്കോലുസുമണിഞ്ഞ് നീ പാടവരമ്പത്തിലൂടെ. തുള്ളിക്കളി കണ്ട നേരം എൻ്റെ ഉള്ളം തരിച്ചൊരു നേരം, നിന്റെ പുഞ്ചിരി കണ്ടെൻ്റെ ഉള്ളം തകർന്നു ഞാൻ നിന്നെ നോക്കിയ നേരം. നിന്റെ പുഞ്ചിരി കണ്ടെന്റെ ഉള്ളം തകർന്നു ഞാൻ നിന്നെ നോക്കിയ നേരം. കണ്ടിട്ടും കാണാതെ ഓടിയൊളിച്ചു നീ എങ്ങോ പോയി മറഞ്ഞു. കണ്ടിട്ടും കാണാതെ ഓടിയൊളിച്ചു നീ എങ്ങോ പോയി മറഞ്ഞു. താരാരോ താരാരോ താരിരം താരാരോ. കണ്ണുകൾ കൊണ്ട് കഥകൾ പറയുന്ന കാലം കഴിഞ്ഞില്ലേ പെണ്ണേ. കണ്ണുകൾ കൊണ്ട് കഥകൾ പറയുന്ന കാലം കഴിഞ്ഞില്ലേ പെണ്ണേ. എന്നിട്ടും നിന്റെ ഉള്ളിലൊളിപ്പിച്ചൊരിഷ്ടം പറയാനതെന്തേ. എന്നിട്ടും നിന്റെ ഉള്ളിലൊളിപ്പിച്ചൊരിഷ്ടം പറയാനതെന്തേ. താരാരോ താരാരോ താരിരം താരാരോ. ഇതെന്താടി ഇതിനകത്തൊരു തുള്ളി വെള്ളം ഇല്ലാടി. എടി മിനിയേ, എടി മിനിയേ, നീ ആരുടെ അവിടെ പോയി പണ്ടാറിക്കടി. അയ്യോ അയ്യോ. എടി മിനിയേ, ഇച്ചിരി വെള്ളം എടുത്തുണ്ടാടി. ഒക്കെ ചത്തോടാ. എടി അമ്മോ, ഇച്ചിരി വെള്ളം എടുത്തുണ്ടാടി. കൊഴുവേറ മോളെ. എടി അമ്മോ, എടുത്തോണ്ട് വാടിയാളെ പണ്ടാരടങ്ങാൻ. നിന്റെ തള്ള നിന്നെ തള്ള ചത്താടി. ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം.
വൈവിധ്യതയാർന്ന പരിപാടികളുടെ നടത്തപ്പെടുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും കാര്യം താൻ എന്താ നിക്കണേ? എടോ ദാസപ്പഞ്ചേട്ടാ, താൻ എന്താ വൃത്തിയോടെ കാണിക്കണേ? എടി മോളെ, ഞാനും ചെയ്തില്ല. ഞാനാ കേശവൻ അന്വേഷിച്ചു എന്നാണ് മോളെ. കേശവൻ ചേട്ടൻ ജനാലിന്റെ ബാക്കിലാണ് വന്നിരിക്കണേ. മോളെ കേശവൻ ചേട്ടന്റെ വീട്ടില, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോണേണ് മോളെ. അറിഞ്ഞില്ലേ, ചന്ദ്രോത്ത് ഗോകുലത്തിന്റെ അടുത്ത് വെച്ച് നമ്മുടെ ദാസപ്പനെ കാണാതായെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്റെ സൂചേട്ടാ, നമ്മുടെ ദാസപ്പനെ കുറിച്ച് വല്ല വിവരമുണ്ടാ? ഒരറിയൂലടാ. ഇതെന്ത് കഷ്ടമാണ്, എത്ര ദിവസം പരാതി കൊടുത്തിട്ട്. അയ്യാക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ പച്ചപ്പാതിരാത്രി പ്രേതാലയത്തിലോട്ട് കയറിച്ചല്ലേ. അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ കയറല്ല അവിടെ. പകല് തന്നെ പോവാൻ പേടിയാണ്. അയാൾക്ക് അങ്ങനെ തന്നെ വേണം. അയാളെ കോവിലത്തെ വലിയ ഗുണാണ്ടായിരുന്നില്ലേ, നന്നായുള്ളൂ. അനന്തരം ഓടാൻ പറഞ്ഞു ഓടി, ചാടാൻ പറഞ്ഞ ചെടുകൂരിമാതിരി അടിമ. കാര്യം ശരി, അവനെന്റെ കൂട്ടുകാരനൊക്കെയാണ്. പക്ഷെ എന്തെങ്കിലും കാര്യം പറഞ്ഞായില്ലേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ എന്ത് കാര്യം ഇരിക്കണ്? എന്റെ പൊന്നു സൂച്ചേട്ടാ, ആ പ്രേതവാദമുള്ള കോവിലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞ് താമസിക്കുന്ന സൂച്ചേട്ടന് ഒന്നാണ്ടാ? എനിക്ക് തോന്നല്ലേട്ടാ. ഈ ചന്ദ്രോത്ത് കോവിലത്ത് വെച്ച് ദാസപ്പനെയും ചീങ്കണ്ണി സൈജോനെയും ഒന്നിച്ച് കണ്ടെന്നാണ് ശ്രുതി എന്നോട് പറഞ്ഞത്. ചീങ്കണ്ണി സൈജോയാ? ആ, പുറത്തുനിന്ന് ഒരുത്തൊന്നും വേണ്ട, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മതി. ഇവനൊരു മർഡർ കേസായിട്ട് ജയിലിലായിരുന്നു സാറേ. ഇപ്പൊ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങി. ഈ നാടിന് ഇത്രയും നാളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവില്ല. നമ്മളിവനെ പേടിക്കണം സാറേ. എന്ത് പണിയാ കാണിച്ചത്? നല്ല പണി നിനക്ക് കിട്ടും. എടാ, ഞാൻ 2 അടിച്ചെന്റെ പേരിൽ പറഞ്ഞു പോയതാടാ. 2 അടിച്ചത് കൊണ്ടല്ലേ അയാൾ ലോകം മുഴുക്കന് പാട്ടാക്കിയിട്ടുണ്ട്. എടാ, ഒരു അബദ്ധം പറ്റിപ്പോ. അബദ്ധോ? നീ പോയി നാട് വിട്ടോ. 2 അടിച്ചാറിന് ഞാൻ പറഞ്ഞു പോയിക്കോ. നിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേട്ടാ. പോലീസാ? എന്നെ പിടിക്കാനാ? അതെ, നിന്നെ പിടിക്കാൻ തന്നെയാണ് ഞാൻ പോണത്. എന്റെ പള്ളിക്കേസ്. ആ സാറേ, ഞാനിവിടെ ഉണ്ട്. ആ ആ ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ. ആ സജീവ് സാറേ. ആ ഓക്കെ ശരി. ആ സാറേ, ഞാൻ വഴിയേ. എന്ത് വിശേഷം? എന്റെ സജീവ് സാറേ, ഞാൻ ഈ പാർട്ടിയുടെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഇവിടെ നടക്കണ ഈ 2 മിസ്സിംഗ് കേസും
പാർട്ടിയുടെ തലയാണ് വന്നേക്കണത്. സതീശ മെമ്പർ ടെൻഷൻ അടിക്കണ്ട, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട്. എന്ത് പരിഹാരം? കാവൂരിലെ ദാസപ്പൻ മിസ്സിംഗ് കേസും ശിവൻകുട്ടിയുടെ മകളുടെ കേസും അന്വേഷിക്കാൻ പുതിയൊരാൾ വരുന്നുണ്ട്. ആരാണ് അയാൾ? അഴിമതിക്കാരുടെയും കുറ്റവാളികളുടെയും പേടി സ്വപ്നം ഏറ്റെടുത്ത എല്ലാ കേസും പരിപൂർണ വിജയിപ്പിച്ച പോലീസിന്റെ പുലിക്കുട്ടി ഡേവിഡ് തരകൻ. ദാസപ്പൻ എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്ന് നിങ്ങളോട് പറയുകയോ ചെയ്തിരുന്നു? ഒന്നും പറഞ്ഞില്ല സാറേ. ഈ ദാസപ്പൻ തിരുപ്പൂരോട് തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്ക് പോയിട്ടുള്ള ജനസംസാരം. ചേട്ടൻ പോകുന്ന കാര്യം പറഞ്ഞെങ്കിലും ഞങ്ങളാരും സമ്മതിച്ചില്ല. ഓക്കെ, ഈ ദാസപ്പൻ അവസാനമായിട്ട് നിങ്ങളല്ലേ കോൾ ചെയ്തു? അതെ സാർ. അത് ഏകദേശം സമയത്രയായിരുന്നു? അന്നേരം ദാസപ്പൻ എവിടെയായിരുന്നു? ചന്ദ്രോത്ത് കോവിലത്തിന്റെ അടുത്തുണ്ടെന്നാണ് ദാസേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഒരു 12 മണിയായി കാണും. മിനി, ദാസപ്പന്റെ കോൾ ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതേ സമയത്ത് മിനി പറഞ്ഞ ഏകദേശ സമയത്ത് തന്നെ അനന്തൻ എന്ന് പറയുന്ന ഒരാളുടെ കോൾ അവസാനമായി ദാസപ്പന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അവർ തമ്മിൽ എന്തായിരിക്കാം സംസാരിച്ചിരിക്കുന്നത് എനിക്ക് വല്ല ധാരണയുണ്ട്. ആ പറഞ്ഞു സാറേ, ചന്ദ്രോത്ത് കോവിലത്തിന്റെ അടുത്ത് പണിയുണ്ടെന്ന് പറഞ്ഞു. അനന്തൻ, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സജീവേ, പോവാം. ആ സർ. നിങ്ങളല്ലേ ചന്ദ്രോത്ത് കോവിലത്ത് താമസത്തിന് വന്നത്? അതെ ചേട്ടാ. എന്താ പരിപാടി? ഞങ്ങളൊരു സിനിമക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ആരെ വെച്ചാണ് ചെയ്യണത്? ഇക്കാനെ വെച്ചാണ്. തഞ്ചിക്കണ? ഇല്ല, എന്റെ ഇക്കല്ല, മമ്മൂക്കയാണ്. മമ്മൂക്കയാണ്. ഒന്ന് ശരി ചേട്ടാ. നിങ്ങൾ എത്ര കാലം കൂടി ഉണ്ടാകും? ഞങ്ങൾ 1-2 മാസം ഉണ്ടാഞ്ഞേട്ടാ. ശരി ശരി ചേട്ടാ. എന്തായാലും മനുഷ്യരല്ലേ. എടാ, ഈ നാട്ടിൻപുറത്തേറൊക്കെ ഇങ്ങനെയാടാ. ഈ ചന്ദ്രോത്ത് കോവിലകത്തിന്റെ യഥാർത്ഥ കഥകൾ അറിയാതെയാണ് ആ പാവങ്ങൾ അവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. ഈ ചന്ദ്രോത്ത് കോവിലകത്തിന്റെ യഥാർത്ഥ കഥകൾ അറിഞ്ഞാലേ ജീവനുള്ള ഒരാൾ പോലും ആ ചെകുത്താങ്കോട്ടയുടെ പടി ചവിട്ടില്ല.
Hello everyone, good evening. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ് ആണ്. റീനുവിൻ്റെ കൂടെ ഒന്ന് ചോദിക്കട്ടെ, എന്താടാ പെട്ടെന്ന് പോണത്? ആ കോവിലത്ത് വെച്ചാണ് എന്റെ മോള് മരിച്ചത്. ആ നശിച്ച കോവിലത്ത് നിന്ന് നിങ്ങൾ എങ്ങനെ പോമക്കളെ? അവിടെ കിടന്ന നിങ്ങളൊക്കെ മരിച്ചു പോവും. ചേരോ, ഇതാണ് ആ സാധനം. ചേരോ, അയ്യോ,
വണ്ടി എടുക്കടാ. ആ സാറേ നമസ്കാരം. ആ സജീവോ? ആ പാടോ. ആ സാറേ, ആ ദാസപ്പ മിസ്സിംഗ് കേസിലേ അനന്തൻ നിരപരാധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ നമുക്കറിയാവുന്ന പയ്യൻ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവൻ ഈ നാട്ടിലൊരു ഉപകാരിയാണ്. അവൻ ഈ കേസിൽ ഇൻവോൾവ് ആകാൻ സാധ്യത വളരെ കുറവാണ്. സജീവേ, താൻ പറഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നെ അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അനന്തൻ ഈ കേസിൽ നിരപരാധിയാണെന്ന്. സാറേ, ഏറെ ദുരൂഹത നിറഞ്ഞൊരു കോവിലകമാണ് ഈ ചന്ദ്രോത്ത് കോവിലകം. സന്ധ്യാസമയങ്ങളിൽ ഒരു മനുഷ്യർ പോലും ആ കോവിലകത്തിന്റെ പരിസരത്തോട്ട് പോകില്ല. ഈ ദാസപ്പൻ കേസ് കൂടാതെ തന്നെ എത്രയോ ദുർമരണങ്ങൾ ആ ചന്ദ്രോത്ത് കോവിലകത്ത് നടന്നിട്ടുണ്ട്. ഈ മിസ്സായ ദാസപ്പന് ഈ കാവൂര് പറയത്തക്ക ഒരു ശത്രുക്കളും ഇല്ല. ദാസപ്പൻ ഈ കാവൂര് ശത്രുക്കളാരുമില്ലാന്ന് തന്നോടാരാ പറഞ്ഞു? അതാരാ സാറേ? അങ്ങനെ ഒരാളുണ്ട് ഈ കാവൂര് തന്നെ. നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ ദേവു. ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, സമാധാനം കളയാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവരെയും ചോദിക്കണ കേൾക്കുമ്പോ എന്നോട് സത്യം പറയാലോ. ഇടി അതുകൊണ്ടാണ് ഈ പറയണ. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. നീ അത് വിട് ദേവു. സമയത്രയായി? മണി 7. അയ്യോ, വിളക്ക് പോലും വെച്ചിട്ടില്ല. പണി കഴിഞ്ഞ് വന്നാണ് മനുഷ്യൻ. ഞാൻ വീട്ടിൽ പോട്ടെ. നീ അവിടെ നിക്കടി വിചാരിച്ച ശരി പോവല്ലേടി. ആ അല്ലെ നിന്റെ അച്ഛൻ കേശവൻ ഇടാനൊക്കെ എന്റെ മോള് വീട്ടിൽ ചെല്ലുന്നത് നല്ലത്. നിന്റെ തന്തേനെ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും. പൊട്ടകാലൻ. അല്ല കേശവമ്മ, ഞാൻ വെറുതെ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ദേവു, നാട്ടുകാരെ കൊണ്ട് മോശം പറയിപ്പിക്കാനാണോ നിന്റെ ഭാവം? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനന്തയുടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദേവു, നിർത്ത നിന്റെ അധിക പ്രസംഗം. നീയും അനന്തനും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കുവാൻ പാടില്ല. മറിച്ചാണെങ്കിൽ ഈ തറവട്ടത്ത് കേശവൻ മരിക്കണം. ഇത്രയ്ക്ക് വെറുപ്പ് കാട്ടാനായിട്ട് അനന്തേട്ടൻ എന്താ ചെയ്തേച്ചാ? ദാസപ്പൻ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിൽ അനന്തേട്ടൻ നിരപരാധിയാണ്. അനന്തേട്ടൻ ഒരു പങ്കുമില്ല. അനന്തനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവുമില്ല. പക്ഷെ അവന്റെ മുത്തച്ഛൻ കാര്യസ്ഥൻ രാമപ്പൻ പണ്ടെങ്ങോ ജീവച്ഛവമായി നരകിച്ചല്ലേ മരിച്ചത്. അവൻ ആ ജിതേന്ദ്രൻ തമ്പുരാനോട് കുടുംബത്തോടും ചെയ്ത ദ്രോഹം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് ഞാൻ വിശദീകരിക്കണോ? കാരണന്മാരായിട്ട് പണ്ടെങ്ങോ ചെയ്ത പാവത്തിന്റെ ഫലം ആ പാവം അനന്തന്റെ തലയിൽ ഏൽപ്പിക്കേണ്ട വലിയ കാര്യമുണ്ടാകും. പണ്ട് കാരണന്മാര് ചെയ്ത പാപം തന്നെയല്ലേ ഇവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവി ചൈതന്യം കുടികൊള്ളുന്ന ചെമ്പട്ട് വിശുദ്ധിയോടെ സംരക്ഷിക്കുന്ന ആ കോവിലകത്ത്, ആ ചന്ദ്രോത്ത് കോവിലകത്ത് ഇന്ന് എന്തെല്ലാം അനർത്ഥങ്ങളാണ് സംഭവിക്കുന്നത്.
അന്യമതസ്ഥരെ കയറ്റി മത്സ്യമാംസാദികൾ കഴിച്ച് അശുദ്ധമാക്കിയില്ല കോവിലകം. ഇനി അത് തിരിച്ചു കിട്ടോ? താൻ പറ. ജിതേന്ദ്രൻ തമ്പുരാന്റെ കാലത്ത് നടത്താനിരുന്ന ക്ഷേത്ര പുനരുദ്ധാരണവും ചെമ്പട്ട് മഹോത്സവവും ഈ അനന്തന്റെ മുത്തച്ഛൻ രാമപ്പൻ കാര്യസ്ഥം മൂലം, അയാളുടെ ചെയ്തികൾ മൂലം ഇതൊന്നും നടക്കാതെ പോയി. ആ ശാപം ചന്ദ്രോത്ത് കോവിലകത്തെ സന്തതികളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ദേവി കോപത്താൽ കരകയറാത്ത ആ കുടുംബത്തിലേക്കാണോ ഞാൻ എന്റെ മകളെ പറഞ്ഞയക്കേണ്ടത്? താൻ പറയടോ, പറ. കേശവൻ ചേട്ടൻ അനന്തുവിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അവനിപ്പോ ഇവിടെ നടക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവൻ തയ്യാറായി കഴിഞ്ഞു. കേശവൻ ചേട്ടൻ ആദ്യം അനന്തുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി വെച്ചിട്ട് പിള്ളേരെ കല്യാണം നടത്തി കൊടുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ആ കാവൂരമ്പലത്തിന്റെ ഉത്സവം അനന്തുവിന്റെ മേൽനോട്ടത്തിൽ ഗംഭീരമായിട്ട് നടത്തും. ദേവി ഇങ്ങാടാ മെമ്പർ എന്തിനാണ് ഇങ്ങാട് കൊണ്ടുവന്നത്? ഞാനല്ലേ കൊണ്ടുവന്നേക്കണ, നീ പേടിക്കണ്ട. പണിയാവട്ടെ, എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞിട്ടാണ് നീ വന്നത്. എങ്ങനെയെങ്കിലും ആ കിടന്ന് മുങ്ങി കിടക്കണേ ഇവിടെ. എടാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയായിക്കോളാം, നീ മിണ്ടാതിരുന്നാ മതി. അരി വറുത്തത് ഇടി കിട്ടുമ്പോ ഒരുമിച്ച് കിട്ടാവട്ടോ. പാകത്തിന് കൊടുത്തോ. കൂടെ വാ. എടാ നീ അവിടെ നിന്നേ. എനിക്കറിയാൻ പാടില്ല. ദൈവമേ, അല്ലാനാണ് അവിടെ ഇരിക്ക. അനന്ത, നിങ്ങൾ രണ്ടുപേരുള്ള ജീവിതത്തിന് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോ നോക്കി നടത്തുന്ന ചന്ദ്രോത്ത് കോവിലത്തിന്റെ ശാപം അത് നിങ്ങളുടെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നു. അതിനൊരു പ്രതിവിധി കണ്ടെത്തണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ കോവിലകത്തിനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഏറെ ദൈവിക സാന്നിധ്യമുള്ള കാവിൽ നാളിതുവരെ ദീപം തെളിയിച്ചിട്ടില്ല, പൂജയും നടന്നിട്ടില്ല. അതിന് പ്രതിവിധിയായി അനന്തന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന അമാവാസിക്ക് 7-ാം നാൾ ആ കാവിൽ ദീപങ്ങൾ തെളിയിക്കണം. എങ്കിലേ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിനും ഈ കാവൂർ ദേശത്തിനും അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ എന്റെ മനസ്സ് പറയുന്നു. ഈ മംഗളകർമ്മങ്ങൾ അനന്തം ചെയ്യണം. എന്നാലേ കാവൂർ ദേശക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ കടമകളൊക്കെ നിറവേറ്റിയ ഒരു യോഗ്യനോടൊപ്പമാണ് എൻ്റെ മകൾ ജീവിക്കുന്നുള്ള സന്തോഷം ഈ അച്ഛൻ എന്നും ഉണ്ടാകണം. നാശം. നീ ഇവിടെ വിളിച്ചിരുന്ന ഞങ്ങൾ അറിയില്ലായിരുന്നേടാ. നീ ദാസപ്പൻ ലാസ്റ്റ് കോവിലകത്ത് വെച്ച് കണ്ടവൻ. സാറേ, എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. സത്യം പറയടാ, ദാസപ്പനെ സാറേ സാറേ മുമ്പ് പച്ചക്കള്ളാണു സാറേ. ദാസം കേസിൽ ഇവന് പങ്കുണ്ട്. ചന്ദ്രോത്ത് കോവിലത്ത് ദാസപ്പന് ലാസ്റ്റ് ഇവനാണ്. സാറേ, എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ഞാൻ നിരപരാധിയാണ്. എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല സാറേ. സത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല. നിരപരാധിയാണ്.
എനിക്കറിയാൻ പാടില്ലാത്ത എന്റെ കുടുംബം വേണ്ടി നടക്കല്ല സാറേ. എന്നെ കൊണ്ടുവന്നു സാറേ. എന്നെ ഒന്ന് സാറേ. സാറേ സാറേ എന്നെ കൊണ്ടുവന്നു സാറേ. എന്നെ കൊണ്ടുവന്നു സാറേ. സാറേ, ഈ ദാസപ്പനെ കാണാണ്ടാവണ എൻ്റെ തലയിൽ. അതായത് ചൊവ്വാഴ്ച രാത്രി ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് കോവിലത്തിൻ്റെ ചായ്പിൽ ചീങ്കണ്ണിനെയും ദാസപ്പനെയും കണ്ടു. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവന്മാർക്ക് അവിടെ കഞ്ചാവിൻ്റെ പരിപാടിയുണ്ട്. അന്നവിടെ ഇവന്മാർ തമ്മിൽ എന്തോ വാക്ക് തർക്കമുണ്ടായിരുന്നു, എനിക്കുറപ്പാണ്. ദാസപ്പൻ ചീങ്കണ്ണിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചീങ്കണ്ണിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അതവന്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ചീങ്കണ്ണിയുടെ ഭാവമാറ്റം കണ്ടപ്പോ ദാസപ്പൻ അവിടെ നിന്ന് വലിയാനുള്ള ശ്രമത്തിലായിരുന്നു സാറേ. പക്ഷെ ചീങ്കണ്ണി അവൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ച മട്ടായിരുന്നു. സത്യം പറഞ്ഞ ഇതാണ് സാറേ ഉണ്ടായത്. സത്യം കേട്ടോ, അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് സാറേ. നീ ഇപ്പൊ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഹിന്ദി കാര്യത്തിൽ നിനക്കെതിരെ കിട്ടിയ നിന്നെ അടപ്പടലും പൂട്ടും മോനെ, സൂക്ഷിച്ചോ. വാടോ. അവിടെ നിക്കടാ. എന്താ സംഭവിക്കുന്നു ഇവിടെ? അമ്മേ, മഹാമായേ, ദേവി! എന്താണ് കേസ്?
കണ്ടു, അത് കണ്ടു, നമ്മുടെ കാവൂരമ്മയെ നാം കണ്ടു. ദേവി, അമ്മേ, 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 ദേവി, കാത്തോളേ ഭഗവതി, രക്ഷിക്കണേ അമ്മേ, അമ്മേ മഹാമായേ, കാക്കണേ ദേവി, കാവൂരമ്മേ. ചായ എങ്ങനെയുണ്ട് നമ്മുടെ പുള്ളിക്കാരത്തിനാ? ചായ സൂപ്പറല്ലേ? സത്യം. ആ വിളിക്കണേ. ഹലോ, പറയടോ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാണ് സാറിന്. സാറേ, കാര്യങ്ങൾ നമ്മ ഉദ്ദേശിച്ച പോലെയല്ല, ആകെ തകിടും മറിഞ്ഞേക്കാണ്. എന്താണോ പ്രശ്നം? സാറേ, ചീങ്കണ്ണി സഹിച്ചുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചന്ദ്രോത്ത് കോവിലത്ത് വെച്ച് ഈ ചീങ്കണ്ണി സഹിജുവും ദാസപ്പനും തമ്മിൽ കണ്ടു എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഈ നാട്ടുകാർ പറയുന്നത് പോലെ ആ ദിവസം അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അത് ഉറപ്പാണ്. ചന്ദ്രോത്ത് കോവിലത്ത് വെച്ച് ഈ ചീങ്കണ്ണി സഹിജുവും ദാസപ്പനും തമ്മിൽ കണ്ടു എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഈ നാട്ടുകാർ പറയുന്നത് പോലെ ആ ദിവസം അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അത് ഉറപ്പാണ്. പിന്നെ കോവിലകത്ത് വാടകയ്ക്ക് താമസിക്കാമെന്നവർ, അവരെ പറ്റി എനിക്കൊരു സംശയമുണ്ട് സാറേ. പിന്നെ ദാസപ്പൻ മിസ്സിംഗ് കേസിൽ അവന്മാർക്കൊരു പങ്കുണ്ടെങ്കിലും ശരിക്കും എന്താണ് പറ്റിയത്? ചീരുവിന് എന്തായിരിക്കും പറ്റിയത്? അവർ കഞ്ചാവ് അടിച്ചതിന് ശേഷം ചീങ്കണി അപ്പം തന്നെ അവിടെ സ്ഥലം വിട്ടു. ദാസപ്പൻ കോവിലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദാസപ്പൻ അവിടെ നിന്ന് മിസ്സായേക്കണത്. ആ സമയത്ത് ദാസപ്പൻ അന്വേഷിച്ച് കോവിലകത്ത് ആരോ വന്നിട്ടുണ്ട്. ആരായിരിക്കും സാർ അവൻ? ചിരു മോളെ, എവിടെ പോയി കൊച്ചി? നല്ല മരുന്നാണ്. ഞാനിത് കഷ്ടപ്പെട്ടാ ഒപ്പിച്ചത്. നമ്മ പല വിഷയങ്ങളുണ്ടാവും. നീ ഇത് അടിച്ചു നോക്ക്. അടിച്ചു നോക്കിയിട്ട് നീ വിട്ടുവിടുന്നു. എനിക്ക് കോവിലത്ത് കുറച്ച് പരിപാടിയുണ്ട്.
എടേ ഞാൻ നിന്നെ തൊട്ടോടി. ഞാൻ എന്തു പെട്ടെന്ന് കോഴ്സേക്ക് വന്നിടാ, എനിക്കൊരു പണി കിട്ടിയടാ. നീ പെട്ടെന്നൊന്ന് വന്നേ നീ. അയ്യോ ഇങ്ങനെയെങ്കിലും ഒരു രക്ഷ. ചെയ്യില്ല കാലിയാൻ പഠിക്കണം. എന്നൊന്നും ചെയ്യില്ലടാ, ഞാൻ പഠിക്കണം. നിന്റെ കാലിയാൻ പഠിക്കണം. വേഗം കുഴിവെട്ടാരും മുന്നിൽക്കുമ്പ് ചെയ്യണം. ആരും അറിയത്തട്ട എന്റെ കുടുംബം നശിയോടാ. സഹായിക്കലോട്ടാണ് അറിയൂലടാ. മുത്തശ്ശിക്കഥയിലെ ചെമ്പട്ട് വീണ്ടെടുക്കുക എന്നത് എൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു. അതിനായി ഞാൻ ബ്രഹ്മദത്തൻ തിരുമേനിയെ കൂട്ടുപിടിച്ചു. ദത്തൻ തമ്പുരാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ ചെമ്പട്ട് എൻ്റെ കയ്യിൽ വന്നു ചേർന്നു. ചീങ്കണ്ണിയും ദാസപ്പനും അന്ന് ദാസപ്പനെ കാണാണ്ടാവുന്ന ആ രാത്രി സുധി പോലീസിന് നൽകിയ മൊഴി അതെനിക്കൊരു തൊറുപ്പ് ചീട്ടായിരുന്നു. അന്നത്തെ രാത്രി ദാസപ്പൻ ആ കുഞ്ഞിനോട് ചെയ്ത വലിയ ക്രൂരത ചീങ്കണ്ണി സൈജോനെ കൊടുക്കാൻ പറ്റിയ വലിയൊരു കേട്ടിയാണ് ഞാൻ ഒരുക്കിയത്. എൻ്റെ പെണ്ണിനോട് ആ ഇത്തിരിക്കില്ലാത്ത കൊച്ചിനോടും അവൻ ചെയ്ത പഴപ്പിന് പറഞ്ഞു വിട്ട് ഞാൻ അവനെ പരലോകത്തേക്ക്. ഞാൻ പറഞ്ഞ നുണക്കഥകള് ഡേവിഡ് സാറ് കണ്ണും പൊട്ടി അങ്ങോട്ട് വിഴുങ്ങി. എന്നിട്ട് തെളിവുകളൊക്കെ ആ ചീങ്കണ്ണിയുടെ പെട്ടലിക്ക് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കൊടുത്ത് ഇനി ചന്ദ്രോത്ത് കോവിലകവും ചെമ്പട്ടും അനന്തന് സ്വന്തം. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മാറിലോ എന്റെ മനസ്സിലോ. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമല കൊണ്ടു ശരം കൊടുത്തു. ദേവു വാടി.
മോനെ അനന്ത, കോവിലകത്ത് നീ അധിവസിച്ചാൽ മരണം നിന്നെയും വേട്ടയാടും.